കാരണം എക്സ്റേയിൽ നിന്ന് എപ്പോഴും നമുക്കൊരു ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്സ്റേയിൽ നമ്മൾ ന്യൂമോണിയ സസ്പെക്ട് ചെയ്യുന്നു, ഓക്കെ, നമുക്ക് മനസ്സിലാവും ന്യൂമോണിയാണ്, പക്ഷേ അത് നമുക്കിപ്പോഴും അതായത് ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് കാണും. അതായത് ഇത് ന്യൂമോണിയ തന്നെയാണോ, അതോ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ലങ് ക്യാൻസർ പോലെ. അപ്പോൾ കൺസോളിഡേഷൻ കാണുമ്പോൾ നമുക്ക് എക്സ്റേയിൽ മനസ്സിലാവുമെങ്കിലും നമുക്ക് എപ്പോഴും പേഷ്യൻ്റെ അടുത്ത് 100% കൺഫേംഡ് ആയിട്ട് പറയാനായിട്ടുള്ള അതായത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ് CT ചെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ പൾമണോളജിസ്റ്റ് നിങ്ങളുടെ അടുത്ത് CT ചെസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം എക്സ്റേയിൽ ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് CT ചെസ്റ്റ് എടുക്കുന്നത്? അപ്പോൾ CT ചെസ്റ്റ് എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് CT ചെസ്റ്റ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗം, അതായത് ഇപ്പം ട്യൂബർക്കുലോസിസ് ട്യൂബർക്കുലോസിൻ്റെ തന്നെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും. അതായത് ലങ്സിൻ്റെ പുറത്തുള്ള കവറിങ്ങായ പ്ലൂരയുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന, അതായത് ഇൻഫ്ലമേഷൻ വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലൂറൽ എഫ്യൂഷൻ ഉള്ള പേഷ്യൻസിന് നമുക്ക് ട്യൂബർക്കുലോസിസ് നമ്മളത് അതായത് നമ്മൾ ആ ഡ്രെയിൻ